എനിക്ക് ഇഷ്ടമുള്ള കോൺസെപ്റ്റാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ കൃഷ്ണന്റെ കളറും ഉണ്ടല്ലേ സൈഡില്. ഇത്രയൊക്കെ ചിന്തിക്കേണ്ട ഒരു ദൈവമേ, ഞാൻ ഇത്രയൊന്നും ആലോചിച്ചിട്ടില്ല. ഒരു പക്ഷേ ഇതില് ആന്റണി അല്ല നായകനെങ്കിൽ ആരായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്, സ്വന്തം മുഖം അല്ലാതെ? ആന്റണി തന്നെ. അത് ആര് വന്നാലും അവസാനം കൊമ്പും വെച്ച് പുള്ളി ഇത് രാവിലെ റിലീസൊക്കെ രാവിലെ തന്നെ. അല്ലെ അതുകൊണ്ട് എങ്ങനെ ഗോബിസ് എന്ന് പറഞ്ഞ പോലെ ടോപ്പ് 1 മ്യൂസിക് ഡയറക്ടർ ഈ പടത്തിൽ മ്യൂസിക് എന്ന് ചോദിച്ചേ? പൊട്ടിക്കറി എടുത്തിട്ടോ? അല്ലല്ല അവിടെ ഹായ് ഹലോ, വെൽക്കം ടു സെലലോയിഡ്. ഇറ്റ്സ് മീ നിമിഷ റാം. മലയാളികളെ വേറിട്ട പരീക്ഷണങ്ങൾ കൊണ്ട് ഞെട്ടിക്കുന്ന വിപിൻ അറ്റ്ലിയുടെ ഏറ്റവും പുതിയ ചിത്രമായ ആൻഡപ്പൻ്റെ അത്ഭുത പ്രവർത്തികൾ എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി ക്രൂ മെമ്പേഴ്സ് നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. വെൽക്കം ടു ദ ഷോ. ഞാൻ ഫസ്റ്റ് തന്നെ എൻ്റെ ലുക്ക് ഉണ്ടല്ലോ പോസ്റ്ററിലോട്ടാണ് പോയത്. നമ്മുടെ ഇങ്ങനെ ഭൂതമില്ലേ, കുട്ടിഭൂതം, അതൊക്കെ പോലെ കൊമ്പൊക്കെ ആയിട്ട്. എന്താണ് ആൻഡപ്പൻ്റെ അത്ഭുത പ്രവർത്തികൾ? ആരാ ആൻഡപ്പൻ? അതെ ആൻഡപ്പൻ്റെ അത്ഭുത പ്രവർത്തികൾ ഒരു ഫൺ ഫിലിമാണ്. ഒരു മറ്റേ നമ്മൾ ഒരു എൻ്റർടൈനർ സെക്ഷനിൽ വരുന്ന ടൈപ്പ് ഒരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ടൊരു അത്ഭുത പ്രവർത്തികളാണ്. എന്താ പറയുക, ഒരു സൂപ്പർ ഹീറോ പരിപാടിയുടെ വേറൊരു ടൈപ്പ് പരിപാടിയാണ്. ഓക്കെ, ഇതിലൊരു ഡാർക്ക് ഹ്യൂമർ ആണോ വരുന്നത്? ഇത് ഏത് ജനറലാണ് പോകുന്നത്? അങ്ങനെയൊന്നുമില്ല, എല്ലാ സ്റ്റൈലും ട്രൈ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് ഭയങ്കര രസമുള്ള സാധാരണ തമാശകളുണ്ട്. ഓക്കെ, പെട്ടെന്ന് മാറി കുറച്ച് ഡാർക്കിലോട്ട് പടം പോവും. ഡാർക്ക് ഹ്യൂമർ എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര സാധാരണ നമ്മൾ കണ്ടു ചിരിക്കാറുള്ള നോർമൽ ടൈപ്പ് സാധനങ്ങൾ തന്നെയാണ്. ഞാൻ ഇത് ചോദിക്കാൻ തന്നെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വരുന്നതിന് മുന്നേ നമ്മൾ സെൻസർ ബോർഡിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സെൻസർ ബോർഡ് അംഗീകരിക്കാതെ അവസാനം മുംബൈയിൽ നിന്നൊക്കെ അംഗീകരിച്ചതിന് ശേഷമാണ് പടം പുറത്തിറക്കിയത് അല്ലേ? അത് എന്തുകൊണ്ടാണ് വരാൻ റീസൺ? അത് നമുക്ക് നമ്മുടെ സെൻസർ ബോർഡിന് ചില സീക്വൻസുകൾ അവർക്ക് എനിക്കോടും ഈ കഥയുടെ ചില പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ ഇവിടുത്തെ റിലീജിയസ് സെൻറ്റിമെൻറ്റ്സിനെ ഹേർട്ട് ചെയ്യും അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ സെൻസർ ബോർഡ് നമുക്ക് ഹാഫ് ആൻ അവർ മാത്രം 1.5 മണിക്കൂർ കട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു. അത് പിന്നെ അപ്പം അത് നമ്മൾ വാദിച്ചെങ്കിലും നമുക്കത് അവിടെ തന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതല്ല, അപ്പോൾ നമ്മൾ ബോംബെ പോയിട്ട് നമ്മൾ വീണ്ടും റീസെൻസർ അപ്ലൈ ചെയ്ത് അവിടെ നിന്ന് കുറച്ച് നാൾക്ക് ശേഷം ഒരു 7 മാസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇവിടെ നിന്ന് പോയ ശേഷം ഒരു 7 to 8 months കഴിഞ്ഞിട്ടാണ് നമുക്ക് റീസെൻസർ ചെയ്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അതായത് റിലീജിയസ് ഇതുള്ളതുകൊണ്ടാണ് നമുക്ക് ഏതാന്നിരിക്കുന്നത്, അല്ലാണ്ട് കൊച്ചുകുട്ടികൾക്ക് വരെ കാണാൻ പറ്റുന്ന സിനിമയാണ്. അപ്പോൾ അതിനകത്ത് ഈ നമ്മൾ അങ്ങനെ സെൻറ്റിമെൻറ്റ്സിനെ ഹേർട്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ഏതെന്ന്. അതെ, ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ വല്ലാതെ അട്രാക്ട് ചെയ്യുന്ന ഒരു പോസ്റ്ററാണ് അല്ലേ? അപ്പോൾ തീർച്ചയായും ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സുനീഷാണ്. സുനീഷ് വളരെ അഭിനയിച്ചിട്ടുണ്ട് സുനീഷ് ആക്ച്വലി. ഓക്കെ, ഇതിന്റെ ഡിസൈനർക്കും ഇതിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അതെ അതെ. ഫസ്റ്റ് ഏത് ചോദിക്കണം? ഇതിലെ ക്യാരക്ടറിനെ പറ്റി ചോദിക്കണം. പക്ഷെ ഡിസൈനിൽ തുടങ്ങാം. വളരെ നല്ല അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നു കുട്ടികളെ പോലും. ഒത്തിരി വർഷമായി സുനീഷ് ഡിസൈൻ ചെയ്യാൻ, ഒത്തിരി പടങ്ങൾ ഡിസൈൻ ചെയ്തത്. ഓം ശാന്തി, ഓശാന, എല്ലാം ഒത്തിരി പടങ്ങളും ചെയ്തിട്ടുണ്ട്. തീവ്രം. ഓക്കെ, ഇതിൻ്റെ നന്നായിട്ടുണ്ട്. ഈ പോസ്റ്ററിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര അട്രാക്ഷനാണ്, കുട്ടികളെയും വലിയ ആൾക്കാരെയും ഒരുപോലെ അട്രാക്ട് ചെയ്യുന്നത്. ഈ പോസ്റ്റർ ഡിസൈനിനെ കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം അല്ലേ? ഏത് ക്യാരക്ടറിനെ കുറിച്ച് പറയാൻ പറ്റുമോ? എന്താണ് ഇതിലെ ക്യാരക്ടർ? ക്യാരക്ടറിൻ്റെ പേര് ഉണ്ണി എന്നാണ്. പിന്നെ ആറ്റ്ലിയുടെ കൂടെ ത്രൂ ഔട്ടുണ്ട് അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പം അതിനുശേഷമാണ് പിന്നെ ഡിസൈനിങ്ങിൻ്റെ കാര്യം വരുന്നത്. അപ്പോൾ ഡിസൈനിങ്ങിൻ്റെ കാര്യങ്ങൾ നമ്മൾ കോമൺ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പിന്നെ ലാസ്റ്റ് അപ്പറാണ് ചെയ്തേക്കുന്നത്. അത് ഇപ്പം സുനിലിൻ്റെ ഐഡിയ ആയിരുന്നു. അപ്പോൾ അത് വന്ന് ഡിസ്കഷനിൽ വന്നു. അതെ, എനിക്ക് തോന്നുന്നു യേശു എന്നാണ് ക്യാരക്ടർ നെയിം അല്ലേ? ആൻഡപ്പൻ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര് ആക്ച്വലി. അപ്പം ബേസിക്കലി ഇതിനകത്ത് ഇതിൻ്റെ ഐഡിയയുടെ ബേസിക് ഐഡിയ വരുന്നത് തന്നെ ഈ നമ്മുടെ ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഭാഗത്തൊക്കെ ആൾക്കാർ പേര് ഫ്രാങ്ക്ലിൻ എന്നാണെങ്കിൽ പ്രാഞ്ചി എന്ന് വിളിക്കും. അത് തൃശ്ശൂരൊക്കെ ഉണ്ടെന്നോ അങ്ങനെ വിളിക്കും. അതുപോലെ തന്നെ മാർട്ടിൻ എന്നാണെങ്കിൽ മാട്ടി എന്ന് വിളിക്കും. അപ്പോൾ ഇതിനകത്ത് ക്യാരക്ടറിൻ്റെ പേര് ആൻ്റണി എന്നാണ്. അപ്പോൾ നമ്മൾ ആൻറ്റി എന്നാണ് വിളിക്കുക. അപ്പോൾ പെട്ടെന്ന് ആൻറ്റി എന്നുള്ള ആൾക്ക് ക്രൈസ്റ്റ് ആണെന്ന് തോന്നുന്നതാണ് ഈ പടത്തിൻ്റെ. അയാൾക്കൊരു സുപ്രത്തിൽ ആൻ്റണി എന്നുള്ള ആൾക്ക് ക്രൈസ്റ്റ് ആണെന്ന് തോന്നുന്ന ആണ്. അപ്പോൾ നാട്ടിലെ ആൾക്കാരൊക്കെ ഇയാൾ എല്ലാവരോടും പറഞ്ഞു നടക്കുമ്പോൾ അങ്ങനെ ആൻറ്റി ക്രൈസ്റ്റായി എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്രൈസ്റ്റ് എന്നാണ് ഞാൻ ആദ്യം ആക്ച്വലി ടൈറ്റിൽ പ്രതീക്ഷിച്ചത്. പക്ഷെ നമുക്ക് ടൈറ്റിൽ തന്നില്ല. അപ്പോൾ ഞാൻ ചെന്ന് നമ്മുടെ കൂട്ടുകാരൻ ഫ്രെഡി അവൻ
പ്രൊഡ്യൂസറാണ്. അവൻ ചെന്നിട്ട് നമ്മൾ ചേമ്പർ ചെന്നപ്പോൾ ആൻറ്റി ക്രൈസ്റ്റ് ടൈറ്റിൽ തരാൻ പറ്റില്ലെന്നോ, അപ്പം തന്നെ വേറെ ടൈറ്റിൽ രജിസ്റ്റർ ചെയ്യണമെന്നോ. അപ്പോൾ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കി അന്ന് ആൻ്റപ്പൻ അത്ഭുത പ്രവർത്തി എന്നിട്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആൻ്റപ്പൻ അത്ഭുത പ്രവർത്തി. ശരിക്കും ആൻറ്റി ക്രൈസ്റ്റിനായിരുന്നു ഞാൻ ആദ്യം ഉദ്ദേശിച്ച ടൈറ്റിൽ. പക്ഷെ അത് മാറി. ആക്ച്വലി പോസ്റ്റേഴ്സൊക്കെ ഭയങ്കര സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടുള്ള കണ്ടില്ലേ, ഒരുപാട് മീനിങ്സ് ഉണ്ട്. ഒരു സ്ഥലത്ത് ആൻറ്റി ക്രൈസ്റ്റ്, ഇതിലെ പോസ്റ്ററിൽ നമ്മുടെ നെറ്റി തന്നെ കാണാം ആൻറ്റി ക്രൈസ്റ്റിൻ്റെ സിമ്പിൾ അല്ലേ. അതേപോലെ കൊമ്പുണ്ട്, ഒരു സൈഡിൽ ഒരു നല്ലവനായ ഉണ്ണി, ശരിക്കും ഉണ്ണി എന്നുള്ള പേരും ചേരും കേട്ടോ. ഒരു സൈഡിൽ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ഒന്ന് തോന്നിക്കുന്ന ഒരു രീതിയിൽ ഒരുപാട് സസ്പെൻസ് ഉണ്ട്. അതേപോലെ വേറൊരു പോസ്റ്ററിനകത്ത് ലാസ്റ്റ് സഫർ, അപ്പോൾ യേശുവിൻ്റെ കൂടെ നടക്കുന്ന യൂദാസ് ആണോ ഉണ്ണി അല്ലേ? അല്ലല്ല, അതെല്ലാം നമ്മൾ സിനിമയ്ക്കകത്ത് ഒരു ശിഷ്യന്മാരുണ്ട്. ഇപ്പോൾ സജിത് ഒരു ഡിസൈപ്പിളാണ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സുനീഷ് ഉണ്ട്. അങ്ങനെ 12 ഡിസൈപ്പിൾസ് ഉണ്ട്. അപ്പോൾ ആ 12 ഡിസൈപ്പിൾസിൻ്റെ ക്യാരക്ടേഴ്സാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആര് യൂദാസ് എന്നാണ് നമ്മൾ സിനിമ കാണുമ്പോൾ അതിനകത്ത് യൂദാസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ സിനിമയ്ക്കകത്താണ്. അപ്പോൾ ബേസിക്കലി ഒരു ക്രൈസ്റ്റ് കോമഡിയാണ്, ക്രൈസ്റ്റ് റിലേറ്റഡ് കോമഡിയാണ് പടം ആക്ച്വലി. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു എല്ലാ എലമെൻസും ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പോസ്റ്ററിലെ പോലെ അതിനൊരു പോസിറ്റീവ് സൈഡും ഉണ്ട്, അതിനൊരു നെഗറ്റീവ് സൈഡും ഉണ്ട്. അപ്പോൾ ഫണ്ണും ഉണ്ട്, ഡാർക്കും ഉണ്ട്, എല്ലാം മിക്സ്ഡ് ആണ്. ഓക്കെ, ഇനി സാജിദിലോട്ട് വരികയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ പറഞ്ഞു എനിക്ക് ബാംഗ്ലൂർ ഡേയ്സിലെ ആ ലുക്കാണ് ഓർമ്മ വരുന്നതെന്ന്. ഓക്കെ, ആസ് ആൻ ആക്ടർ സംവിധാനത്തിലും ഉണ്ട്. ഈ ഫിലിമിൽ എനിക്ക് തോന്നുന്നു അറ്റ്ലിയുടെ കൂടെ നിൽക്കുന്ന സമയത്ത് ആസ് ആൻ ആക്ടറാണ് നിൽക്കുന്നത്, ആൻഡ് സംവിധാനത്തിൽ ഓഫ് കോഴ്സ് ഒരു കൈ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? ഉറപ്പായിട്ടും അവന് എൻ്റെ കൂടെ ഈ ഇപ്പം ആൻ്റപ്പനിലും ആ സമയത്ത് ഇവന് നമ്മൾ ആസ് ആൻ ആക്ടറാണ് അവൻ ചെയ്തത്. പക്ഷെ എനിക്ക് മനസ്സിലായ സജിത് ഉറക്കപ്പിച്ചാണ് നമ്മൾ ഷൂട്ടിംഗ് സമയത്ത്. അപ്പോൾ ഭയങ്കര രാത്രിയൊക്കെയാണ് അതും. പക്ഷെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുവൻ. അപ്പം ഞാൻ വിചാരിക്കും ഇവൻ ചത്തുനിന്ന് വിചാരിക്കും, അതുപോലെ എനിക്ക് വന്നേക്കണം. പക്ഷെ അവൻ ഓണാകുമ്പോൾ അവൻ അടിപൊളിയായിട്ട് ചെയ്തിട്ട് വീണ്ടും പോയി കിടന്ന് 15 മിനിറ്റ് നിന്നൊക്കെ ഉറങ്ങുവൻ. അങ്ങനെ ഉറങ്ങിയവനായിരിക്കും. പക്ഷെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പെട്ടെന്ന് ആൾ മാറി അഭിനയിക്കണോ ലോകത്ത് ആദ്യമായിട്ട് കണ്ടേക്കടി വരും. അതുപോലെ സജിത് അങ്ങനെ രീതിയിൽ മാത്രമല്ല ആസ് എൻ ആക്ടർ ഇവൻ അൺയൂസ്ഡ് ആയിട്ട് ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവൻ മര്യാദക്കും ഇപ്പം അവൻ എൻ്റെ പടങ്ങൾ പൊമ്പളൊരുമയിലാണെങ്കിലും ചെയ്ത പടത്തിൽ അവൻ അടിപൊളിയായിട്ട് ചെയ്യുന്നതാണ്. അപ്പം എനിക്ക് തോന്നുന്നു ഒരുപാട് പടങ്ങൾ ശരിക്കും ഇവന് കിട്ടും. അവന് പരിപാടികൾ ചെയ്യാനുള്ള സാധനമുണ്ട്. സൈഡ് പിന്നെ യൂസ് ചെയ്യാൻ പറ്റിയൊരു സ്പേസ് ഇപ്പം നമ്മൾ അത് കണ്ടെത്തിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് കേട്ടോ. ഇപ്പം അങ്ങനെ കണ്ടെത്തത്തില്ലെന്നല്ല, ചിലപ്പോൾ ലേറ്റർ ഓൺ അങ്ങനെ ഒരു പരിപാടി വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഈ ഫിലിമിൽ സജിദിന്റെ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ അല്ല, എന്നെ സംബന്ധിച്ചുള്ള ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു വിപിൻ ആറ്റ്ലി സിനിമയാണ്. ഞാൻ ഭയങ്കരധികം ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനപ്പുറം ഒരു ഭയങ്കര ബ്രില്യൻ്റ് ഒരു മേക്കറാണ്, ഒരു ടെക്നീഷ്യനാണ് ആറ്റ്ലി. അപ്പം നമ്മൾ സാധാരണ വന്ന യൂഷ്വൽ ഫോർമാറ്റുകളിലൊന്നുമല്ല ആറ്റ്ലി വർക്ക് ചെയ്യുന്നത്, എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പം എല്ലാ ദിവസവും രാവിലെ വിളിക്കുക, എവിടെയുള്ള എന്ത് പരിപാടി ഉണ്ടാ, ഞാൻ ഒന്നുമില്ല ഒരു ഷൂട്ടിംഗ് ഉണ്ട് പെട്ടെന്ന് വാ എന്ന് വിളിച്ച് നമ്മളെ ലൊക്കേഷനിലേക്ക് വരുത്തുകയും അവിടെ ഞാൻ വന്നിട്ട് ഞാൻ പറയും എന്താ പറയേണ്ടത്. അപ്പം പുള്ളി അപ്പുറത്ത് നിൽപ്പുണ്ട്. അപ്പം അസിസ്റ്റൻ്റായിട്ട് പറഞ്ഞതുപോലെ ഡയറക്ടർ പറഞ്ഞു തരും എന്ന് പറഞ്ഞു. ഞാൻ ചിലപ്പോൾ പുള്ളിയെ തോന്നി സജിതടാ KR ബേക്കേഴ്സിലെ കേരള മിക്സറുണ്ട്, അത് ഭയങ്കര അടിപൊളിയാണ്. ഞാൻ പറഞ്ഞു ഓക്കെ. പിന്നെ അവിടുത്തെ തൊട്ടപ്പുറത്തെ സ്ഥലത്ത് നമുക്ക് നല്ല പഴംപൊരിയും അവിടുത്തെ ചായ കഴിച്ചിട്ടുണ്ടാ. ഞാൻ പറഞ്ഞ കഴിച്ചിട്ടുണ്ട്, അതും അടിപൊളിയാണ്. ഞാൻ പറഞ്ഞ അല്ല എൻ്റെ ഇത്രയും നീ മനസ്സിലാക്കിയാൽ മതി, ബാക്കി ഞാൻ ചെയ്യിപ്പിച്ചോളാം എന്നാ പറയുന്നത്. അപ്പൊ അതൊരു അദ്ദേഹത്തിന്റെ ആ ഒരു വട്ടാണ്. അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് ഡയറക്ടറും അല്ലത്. ആതിര എന്ന് പറഞ്ഞാൽ നമ്മുടെ ആളാണ് അസിസ്റ്റന്റ് ഡയറക്ടർ. എൻ്റെ ഇതിനകത്ത് അഭിനയിക്കുന്ന ഒരു ശിഷ്യനാണ് യൂജീൻ്റെ ഭാര്യയാണ് ആതിര LICയിൽ വർക്ക് ചെയ്യണതാണ്. ഷൂട്ടിംഗ് പോലും കണ്ടിട്ടില്ല. ആതിര കല്യാണം കഴിച്ചപ്പോൾ എങ്ങനെയെങ്കിലും യൂജീനെ അത് ഫുൾ ടൈം നിർത്തിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു ആതിര നീയാണ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ. ശരി എന്ന് പറഞ്ഞാൽ ആതിര നമ്മുടെ വന്ന്. അപ്പോൾ ആതിരയ്ക്ക് ഞാൻ സീൻസ് പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ 1 തൊട്ട് 100 വരെ ഉണ്ടെങ്കിൽ 100 സീനും ആതിരയ്ക്ക് അറിയാം. അപ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആതിരയ്ക്ക് LIC കാര്യങ്ങൾ അറിയുള്ളൂ. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എടി ഇതേതാ സീൻ നമ്പർ എന്ന് വെച്ചാൽ അപ്പോൾ അവൾ ആദ്യം തൊട്ട് പറയും. പഴയ കമ്പ്യൂട്ടറാണ്, സീൻ നമ്പർ 1 ആശാൻ നടക്കുന്നു തൊട്ട് തുടങ്ങി ഞാൻ 37-40 സീൻ വരെ നോക്കണം. മറ്റേ നടുക്കുന്ന വരെ അറിയാൻ പാടില്ല. അങ്ങനത്തെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു ഞങ്ങളുടെ ആതിര ചീഫ് അസോസിയേറ്റ്. എനിക്ക് തോന്നുന്നു സജിദിനെ കുറച്ചും കൂടി ഈസി ആയിരിക്കും അല്ലേ, ഒരു ഡയറക്ടർ ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് വരുമ്പം എങ്ങനെയാണ്? ഇതിനകത്ത് സ്പിൽബർഗ് വന്നിട്ടും കാര്യമില്ല, ഇത് ആറ്റ്ലി സിനിമയാണ്. അദ്ദേഹം ക്യാമറ ചിരിക്കൂ, കരയൂ, ഓടൂ, ഇത് അപ്പം അതനുസരിച്ചിട്ട് നമ്മൾ ബിഹേവ് ചെയ്യാന്നുള്ള ഘാട്ട് എന്ന് പറയും. അപ്പോൾ ഓക്കെ കഴിഞ്ഞല്ലേ എൻ്റെ ദൈവമേ എന്നുള്ള ഒരു സ്ഥലം എല്ലാവർക്കും. അപ്പം ഇതിൻ്റെ ഞാൻ നേരത്തെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞു, ഇതുപോലെ
എന്നാൽ ഇത് ഒരു ഫോമാറ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും അത്ഭുതപ്പെടുന്നുണ്ട് ആൻലിയുടെ സിനിമകളൊക്കെ കാണുമ്പോൾ അങ്ങനെ ഒരു യൂണിറ്റ് യൂണിറ്റ് വണ്ടിയില്ലേ അവിടെ യൂണിറ്റ് വണ്ടിന് അപ്പം നെഞ്ചോന് വരിക യൂണിറ്റ് വണ്ടിയില്ല എന്നാ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒന്നുമില്ല, ഒരു ക്യാമറയും ആഡ്ലിയുടെ കുറേ ഫ്രണ്ട്സും. അതിനകത്ത് ഏറ്റവും ഇദ്ദേഹത്തിൻ്റെ പടങ്ങളിൽ അഭിനയിച്ചില്ല വർക്ക് ചെയ്തിട്ടില്ല കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് ഏത് ആൻഡപ്പൻ്റെ അത്ഭുത പ്രവൃത്തി. കാര്യം അവിടെ പ്രൊഡക്ഷൻ ഞങ്ങളെ വിളിക്കാൻ വണ്ടി വന്നു. സാധാരണ വീട്ടിൽ നിന്ന് ഉച്ചക്കത്തെ ഫുഡുമായിട്ട് വരണം, ഇത് ഉച്ചയ്ക്ക് ഫുഡുണ്ട്. അത് മാത്രമല്ല ചായ റിച്ച് പ്രൊഡക്ഷൻ പുള്ളി പോകുന്നതാണ്. അപ്പം ഇതുപോലെ പുള്ളിയുടെ ഈ നമ്മളെ അത് മീൻ വറുത്ത വരെ കൊടുത്തു. അതെ മീൻ വറുത്തത്, ചോറിന് മീൻ വറുത്തത് ജീവിതത്തിൽ ആദ്യമായിട്ട്. പട്ടിണിയാണ് പിന്നെ വീട്ടിൽ നിന്ന് വറുത്തോട്ടെ ഭക്ഷണം തരില്ലേ? അല്ല ഭക്ഷണമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇതങ്ങനെ ഒരു ഫോമാറ്റ് സിനിമയല്ല അങ്ങനെ. പക്ഷെ അതിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് പുള്ളി ചെയ്തൊരു കൊമേഴ്ഷ്യൽ സിനിമയാണ്. ഇതിനു മുമ്പ് നമുക്കറിയാം എല്ലാം ഫെസ്റ്റിവൽ റൺ സിനിമയാണ്. സ്റ്റേറ്റ് അവാർഡും നാഷണലിലും IFFKയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ക്ലാപ്പുകളും കിട്ടിയുള്ള സിനിമകളാണ് പുള്ളി ചെയ്തിട്ടുള്ളത്. ഇവിടെ പുള്ളി ഒരു തിയേറ്റർ സിനിമ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ഗോപി സുന്ദറിനെ പോലെ ഒരു മ്യൂസിക് ഡയറക്ടർ വരുന്നു. അങ്ങനെ ഒരു മ്യൂസിക്കൽ പാക്ഡ് ആയിട്ടുള്ള കൊമേഴ്ഷ്യലി ആയിട്ടുള്ള ഒരുപാട് എലമെന്റ്സ് ഉള്ള ഒരു സിനിമയാണ് ആൻഡപ്പൻ്റെ അത്ഭുത പ്രവർത്തികൾ. അപ്പോൾ അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്നെ എക്സൈറ്റ് ചെയ്യിച്ചത് ഒന്നുമില്ലെങ്കിലും ഒരു ക്യാമറയും കുറച്ച് ഫേസ് ഉണ്ടെങ്കിൽ സിനിമ ചെയ്യാം എന്ന ഒരു ഡയറക്ടറിൻ്റെ ധൈര്യമാണ്. അത് എല്ലാവർക്കും ഉള്ള ധൈര്യമല്ല, അതിന് ഈ മനുഷ്യനെ സമ്മതിച്ചേ പറ്റൂ. അതെന്ന് വെച്ചാൽ എനിക്ക് ഈ നമുക്ക് ചില സിനിമ ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ക്യാമറ ഉണ്ടെന്നും കൂടി നോക്കൂല. പ്രശ്നം അങ്ങനെയാണ് നമ്മൾ ഇറങ്ങുന്നത്. ബാക്കി പിന്നെ വരുന്നിടത്തിച്ച് കാണാന്നിരിക്കും. അങ്ങനെ തോന്നും. അല്ല ഈ സിനിമയിൽ കോസ്റ്റ്യൂം ഡിസൈനർ ഉണ്ടായിരുന്നു, കോസ്റ്റ്യൂം ഉണ്ടായിരുന്നു. സാധാരണ ഞങ്ങൾ 2 ബാഗുമായിട്ട് വരണം, ഏതാ പല കളർ ഡ്രസ്സുമായിട്ട്. അത് ഞാൻ എന്ത് ചെയ്തില്ല, കോസ്റ്റ്യൂം ഡിസൈനറിന്റെ ഫ്രണ്ട് സുനിൽ ജോറ, ഞാൻ പറഞ്ഞ സുനിൽ നീ ഇതിലൊരു നല്ല റോൾ ഉണ്ടെന്ന് പറഞ്ഞു. വാവ് നൈസാ, അതിന്റെ കൂടെ നീ കോസ്റ്റ്യൂം കൂടി ചെയ്യണം. സുനിൽ പറഞ്ഞു. എനിക്ക് തോന്നുന്നു ഇതിലുള്ള ഒരു പ്രത്യേകതയാണ്. ഇപ്പൊ സാജിദ് ആണെങ്കിലും സുലീഷിന്റെ കാര്യം പറയുകയാണെങ്കിലും ആളൊരു ഡിസൈനറാണ്, പക്ഷെ ഇതിലൊരു മെയിൻ റോള് ചെയ്യുന്നുണ്ട്. അതേപോലെ സാജിദ് ഈസ് എ ഡയറക്ടർ, ഇതിലൊരു മെയിൻ റോള് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ ബിഹൈൻഡ് ദ സീൻസിലുള്ള എല്ലാവരെയും ഇതിൽ ആക്ടിങ്ങിലോട്ടും പിടിച്ചിട്ടിട്ട് മൾട്ടിപ്പിൾ വർക്ക് കൊടുത്തിട്ടുണ്ട്. വേറൊരു സ്ട്രാറ്റജി ഉണ്ട്. ഫസ്റ്റ് വിളിച്ചിട്ട് എന്റെ അടുത്ത പടം തുടങ്ങാൻ പോണ നീ ഉണ്ട്. ഞാൻ പറഞ്ഞു എന്റെ റോൾ എന്താ എന്ന് ചോദിച്ചു. നീ നായകൻ. അപ്പൊ തന്നെ നമ്മള് കിടുങ്ങിയല്ലോ, എന്റെ ദൈവമേ നായകൻ. ഓക്കെ, നമ്മൾ രാവിലെ കുളിച്ചു സെറ്റായി ഞാൻ ലൊക്കേഷൻ ഇപ്പൊ 12 വേറെ ആൾക്കാർ ഇരിക്കുന്നു. അപ്പൊ ഞാൻ ചുമ്മാ ചോദിച്ചു നിന്റെ റോൾ എന്താ? ഞാൻ നായകനാ. 12 നായകന്മാരാ. അതും പോട്ടെ, ഈ 12 അപ്പം ഞങ്ങളൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നു, നമ്മൾ കോസ്റ്റ്യൂം കിട്ടുന്നു, സന്തോഷം, മനസ്സിലായില്ലേ? ഞങ്ങളൊക്കെ നിൽക്കുക. അപ്പൊ ഡയറക്ടർ അത്ര നേരം ക്യാമറയുടെ ബാക്ക് പെട്ടെന്ന് ഡയറക്ടർ കാണുന്നില്ല. ഞാൻ നോക്കിയപ്പോൾ ഈ കൊമ്പൊക്കെ വെച്ചിട്ട് ഫസ്റ്റ് ഡേ നേരെ ഞങ്ങളുടെയൊക്കെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക. നേരെ ആ കൊമ്പും വെച്ച് നേരെ ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കുക, ഞങ്ങളൊക്കെ ബാക്കിൽ, മനസ്സിലായില്ലേ? അല്ലല്ല, അത് ആ സീനെടുത്ത ദിവസവും വന്നേ, അതുകൊണ്ടാണ്. അല്ല അത് ശരിയാണ് കേട്ടോ. അല്ല ഒന്നും പറയാനും പറ്റില്ലല്ലോ, ഡയറക്ടർ വന്നിട്ട് എവിടെ നായകൻ കൊമ്പും വെച്ച് ഇങ്ങനെ പറയുമ്പോ എനിക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ഈ വൈപ്പിലാണ് ഷൂട്ട് നടക്കുന്നത്. ഞാൻ അവിടെ വന്ന് ഇറങ്ങി, ഞാൻ ലൊക്കേഷൻ ചെല്ലുമ്പോൾ കല്യാണ വീട്, അവിടെ 10-100 ആൾക്കാർ. ഞാൻ ഇത്രയും ആർട്ടിസ്റ്റുകളാ, ദൈവം ഇത്രയും വലിയ റിച്ച് പ്രൊഡക്ഷൻ, ശങ്കർ ഞാൻ ചെന്നു എങ്ങനെ സംഭവിച്ചു? സിമ്പിൾ ഐഡിയ. ഞാൻ ചെന്താ കുറച്ച് പോട്ടിക്കറി വെച്ചു, കുറച്ച് കപ്പ വെച്ചു, അപ്പുറത്തെ വീട്ടിലെല്ലാം പോയി ഇവിടെ കല്യാണം നടക്കാൻ പോകാന്ന് പറഞ്ഞു. എല്ലാവരെയും കഴിക്കാൻ വിളിച്ചിരിക്കുക. അവരെ വെച്ച് അപ്പൊ ഇവർ കഴിക്കാതിരിക്കുമ്പോൾ എല്ലായിടത്തും ഒരു ചെയർ വേക്കുന്നുണ്ട്, അവിടെയൊക്കെ ഞങ്ങളെ പിടിച്ചിരുത്തി. എന്നിട്ട് ഞാൻ നോക്കുമ്പോൾ കല്യാണ വീട്ടിൽ ക്യാമറ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ വന്നിട്ട് ടപ്പെന്ന് ഷൂട്ട് ചെയ്ത് പോകുന്നു, എല്ലാവരും പോകുന്നു, ക്രൗഡ് ഷൂട്ട് ചെയ്തു. അത് സിംഗിൾ ഷോട്ട് വേറെ. നമ്മളെ ആൾക്കാര് ഞാനല്ല ബ്രില്യൻസ്. എന്റെ കൂട്ടുകാരൻ മോസിനാണ്. ഞാൻ പറഞ്ഞു എടാ നമുക്കൊരു കല്യാണം ഷൂട്ട് ചെയ്യണം തലേന്ന്. അപ്പൊ വൈപ്പിലാണ്, അപ്പൊ വീട്ടില് ലൈറ്റൊക്കെ ഇട്ട്. അപ്പൊ പറഞ്ഞു എടാ ഇത്രയും പേര് വിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പടം കൊടുക്കാത്ത ബഡ്ജറ്റാവും, അപ്പം എറണാകുളത്തെ കൊണ്ടുവരട്ടെ. അവൻ പറഞ്ഞൊരു ഐഡിയ ഉണ്ട് തുറന്നു. മോസിന്റെ ഐഡിയ ആണ് അവിടെ പോട്ടിക്കറി വെച്ചു. ആക്ച്വലി ഞാൻ ആ ബഡ്ജറ്റിലോട്ട് തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ മൊത്തത്തിൽ ആ ഏരിയയിലെ കംപ്ലീറ്റ് ആൾക്കാരെ വിളിച്ചപ്പോഴത്തേക്കും തലേ ദിവസം കല്യാണ തലേന്ന് പറഞ്ഞാൽ വൈപ്പും ഭാഗത്തൊക്കെ പോട്ടിക്കറിയും മറ്റേ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഒരു കെട്ട ആൾക്കാർ വന്നു. ഒരു രാത്രി ഒരു കല്യാണം കൂടുന്ന പോലെ കല്യാണത്തിലേന്ന് കൂടുന്ന അതേ ഫീൽഡ് മധുരം കൊടുക്കുന്ന ദിവസങ്ങളുണ്ട് അവിടെ. അപ്പോൾ അതുപോലെ തന്നെ കൂടി ഭയങ്കര. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പല പരിപാടികളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ ഒരു ക്രൗഡിനൊക്കെ വിളിക്കണമെങ്കിൽ എല്ലാവർക്കും സെപ്പറേറ്റ് പേയ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ? അല്ല, പൊതുവെ ഞാനങ്ങനെ വലിയ ക്രൗഡ് വെച്ച് ഷൂട്ട് ചെയ്തിരിക്കും പരിചയമില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഭയങ്കര പേയ്മെന്റ് വരുന്ന സാധ്യത ഉണ്ടല്ലോ. ഇല്ലേ, ഓരോരോ ആൾക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരില്ല. ഇതാകുമ്പോൾ പോട്ടിക്കറിയിൽ നമുക്ക് അതുകൊണ്ട് എങ്ങനെ ഗോപി സുന്ദറിനെ പോലെ ടോപ്പ് 1 മ്യൂസിക് ഡയറക്ടർ ഈ പടത്തിന് മ്യൂസിക് എന്ന് ചോദിച്ചേ? പോട്ടിക്കറി കൊടുത്തിട്ടുണ്ട്. അല്ലല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയ ടൈറ്റിൽ പോട്ടിക്കറി കൊടുത്ത് ഗോപി സുന്ദറിന്. അല്ല അത് അവിടെ മറ്റേ ഞാൻ രാവിലെ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സും. അപ്പം ഞാൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 2 പടങ്ങൾ. അപ്പം ഞാൻ വിചാരിച്ചു
വലിയ ബഡ്ജറ്റിൽ പോകാൻ പറ്റില്ല, കാരണം ഒടുക്കത്തെ കാശിൽ മേടിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്ത് കാര്യം ചെയ്യാം, ഞാൻ തന്നെ ഇത്തവണ എൻ്റെ മ്യൂസിക് കഴിവുകൾ ഒന്നും കൂടി ഇറക്കേണ്ടതായിട്ട് വരും എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ട് ഞാൻ രാവിലെ, പക്ഷേ ഞാനൊരു പ്രോഗ്രാമറുണ്ട്, മ്യൂസിക് പ്രോഗ്രാം ചെയ്തൊരു പുതിയ ആളെ സംഘടിപ്പിച്ചു. പക്ഷേ പുള്ളിക്ക് രാവിലെ 5:30 to 10 മണി വരെ പുള്ളി സമയം, അത് ഞാൻ പുള്ളി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ പോലും ആ സമയം കണ്ടിട്ടില്ല ജീവിതത്തിൽ രാവിലത്തെ. അപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി കഴിഞ്ഞപ്പം അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് വന്നു. അപ്പോൾ വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി, കാരണം ഉത്തരവാദിത്തമല്ലേ, രാവിലെ പോകണ്ടേ. ഞാൻ പോയിട്ടുമില്ല, ഞാൻ എഴുന്നേറ്റം തന്നെ 12 മണി അങ്ങോട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ടാക്ടിക്സ് ഉപയോഗിച്ചു. ഈ ഫോൺ നമ്പറിൽ ഏതെങ്കിലും വലിയ മ്യൂസിക് ഡയറക്ടർ ഉണ്ടോ, എനിക്ക് ഇവർക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഗോപിച്ചേട്ടൻ ബെൻ കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. ഗോപിച്ചേട്ടൻ എന്നെക്കുറിച്ച് എഴുതുകയൊക്കെ ചെയ്താൽ ഗോപിച്ചേട്ടനെ വിളിക്കാം, ഗോപിച്ചേട്ടാ അത്യാവശ്യമാണ്, എൻ്റെ ഒരു പടമുണ്ട്, ഒന്ന് കാണാൻ പറ്റുമോ. വലിയ പൈസയൊന്നുമില്ല, കാശൊന്നുമില്ല. അപ്പോൾ ഗോപിച്ചേട്ടൻ പറഞ്ഞു വലിയ പൈസയൊന്നുമില്ല, ശരി കാണട്ടെ എന്ന് പറഞ്ഞു. നേരെ ഗോപിച്ചേട്ടൻ ഈ പടം കൊണ്ട് വന്നു, എൻ്റെ പടമല്ലേ വായന പറഞ്ഞു. ഗോപിച്ചേട്ടൻ പടം കണ്ട് ഗോപിച്ചേട്ടനോട്, എടാ ഇത് ചെയ്തില്ലെങ്കിൽ എന്നോട് പറഞ്ഞ വാക്കണം, ഞാൻ ഉണ്ടാക്കി പറഞ്ഞല്ലേ, എനിക്കാണ് നഷ്ടമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത്ര നന്നായിട്ടുണ്ടോ, ഓക്കെ ശരി എന്നാ ഗോപി. അപ്പം ഞാൻ ഒന്നും അറിയാത്ത പോലെ ആ എക്സ്പ്രഷൻ കൊടുത്ത്, നമ്മളിങ്ങനെ കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ പുള്ളി ആയിരിക്കുമല്ലേ നമ്മൾ. അപ്പോൾ ഞാൻ ഇങ്ങനെ ചേട്ടാ എന്നുള്ള സാധനം കൊടുത്ത്. അപ്പോൾ നേരെ കൊടുത്തപ്പോഴേക്കും പുള്ളി ഹാപ്പി. എന്നിട്ട് പുള്ളി നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ബഡ്ജറ്റിൽ ഗോപിച്ചേട്ടൻ വെറുതെ ആത്മാർത്ഥത ഇത്രയും നന്നായിട്ട് സ്കോറ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഗോപിച്ചേട്ടൻ പരപ്പുറത്ത് കയറ്റി തന്നു. അങ്ങനെയാണ് ഗോപിച്ചേട്ടൻ വന്നത്. അങ്ങനെ എല്ലാവരും നമ്മുടെ ഈ സിനിമയിൽ വർക്ക് ചെയ്തവരൊക്കെ തന്നെയാണ്, പോസ്റ്റർ ഒട്ടിച്ച് ഉൾപ്പെടെ ഇതിനകത്ത് അഭിനയിച്ച ആൾക്കാരാണ്. അതുപോലെ എല്ലാവരെ കൊണ്ട് ഞാൻ നോക്കിയിട്ട് 300-ൽ കൂടുതൽ ആൾക്കാർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ജൂറി ആർട്ടിസ്റ്റ് ഉൾപ്പെടെ എല്ലാം. അതാ ഞാൻ പറയാം, എനിക്ക് ബഡ്ജറ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയാൻ. ടാക്ടിക്കൽ മൂവ് ആയിരുന്നു. കോസ്റ്റ്യൂമിനെ കൊണ്ട് കോസ്റ്റ്യൂം അഭിനയിപ്പിക്കുന്നു, പോസ്റ്റർ ഡിസൈനറെ കൊണ്ട് പോസ്റ്റർ ഡിസൈൻ ചെയ്യിപ്പിക്കുന്നു, അഭിനയിപ്പിക്കുന്നു. ആക്ച്വലി ശ്രീജ എന്ത് ക്യാരക്ടറാണ് കൊണ്ട് അല്ല, ഇത് സൈക്കോളജിക്കൽ മൂവ് തന്നെ നടത്തി. നിനക്ക് സ്റ്റേറ്റ് അവാർഡ് വേണമെന്ന് ചോദിച്ചു എന്നോട്. സത്യം, എനിക്ക് വേണം. ഞാൻ ഓസ്കാറാണ്, തൽക്കാലം നീ സ്റ്റേറ്റ് അവാർഡിൽ നീ തൃപ്തിപ്പെട്, അങ്ങനെയാണെങ്കിൽ നീ വേഗം പോരെന്ന്. നീ വൈപ്പിൻ വരെ വന്ന ഒരു സ്റ്റേറ്റിന്റെ എന്താണ് റോൾ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ വിളിക്കുന്നത്. സ്റ്റേറ്റ് അവാർഡ് വേണമെങ്കിൽ നീ വേഗം വരാൻ പറയാം. അപ്പൊ ഞാൻ ചെല്ലുമല്ലോ, അടുത്ത് നമുക്ക് നോക്കാന്ന് പറയാം. അതെല്ലാം പോട്ടെ, അതൊക്കെ നമുക്ക് എന്തുവാ പോട്ടെ എന്ന് വെക്കാം. ഓക്കെ, ഈ ആർട്ടിസ്റ്റുകളെയൊക്കെ കഥ പറയാൻ എവിടെയാണ് വിളിക്കുന്നത്? അയ്യോ, റിനേ മെഡിസിറ്റിയിൽ മുട്ട പപ്സ് കഴിക്കാൻ വിളിക്കും നമ്മളെ. റിനേ മെഡിസിറ്റിയുടെ ക്യാൻറ്റീനിലാണ് കഥ കേൾക്കാൻ പോകേണ്ടത്. എനിക്കെന്തോ ഒരു കഥ കേട്ട് ലാസ്റ്റ് പൈസയൊന്നും തരില്ല എന്ന് പറഞ്ഞല്ല. എനിക്ക് റിനേ മെഡിസിറ്റിയുടെ ക്യാൻറ്റീനിനോട് എനിക്ക് ആംബിയൻസ് എനിക്ക് ഇഷ്ടമാണ്. എനിക്കറിയില്ല, അതെനിക്ക് ആംബിയൻസ്. അല്ല, ഇത് ഇപ്പം പടമായിട്ട് നല്ല റിലേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, പോസ്റ്ററായിട്ട്. റിനേ മെഡിസിറ്റി വിളിച്ചിട്ട് കഥ പറയും. അപ്പം ഞാൻ എന്താ ഇവിടെ ഉടനെ അടുത്ത ഡയലോഗ്, ഇവിടെ നോക്കിയേ, ICU ഹാർട്ട് സ്പെഷ്യലിസ്റ്റ് ഡയറക്ടർ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓടി കയറിയേ പോരേ. അത് സത്യ. എനിക്കൊരു ഞാനിപ്പോൾ ആലോചിക്കും, ഹോസ്പിറ്റലിലും ഈ കോഫി ഷോപ്സും നമ്മൾ ക്ലബ് ചെയ്യണം, നമുക്ക് ഭയങ്കര ഒരു സേഫ്റ്റി തോന്നും. എന്താണെന്നറിയോ, ഇത് ആന്റി ക്രൈസ്റ്റ് ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത പടമാണ്. എങ്ങാനും വല്ല സ്പിരിച്വലി വല്ലതും പറ്റുവാണെങ്കിൽ ഹോസ്പിറ്റലിൽ നേരെ കയറ്റി വേണം. അതുകൊണ്ടല്ലേ എനിക്ക് പൊതുവെ എനിക്കറിയില്ല, എന്താണെന്നറിയില്ല, എനിക്കത് ഇഷ്ടം. അങ്ങനെ പോയി അവിടെ ഇരുന്ന് കഥ പറയും. ഇപ്പോൾ ഞാൻ ഇവളെ വിളിച്ചിട്ട് അവിടെ കഥ പറഞ്ഞത്, അങ്ങനെ നമ്മൾ ഒരു അല്ല, അതെൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പം അങ്ങനെ ഭയങ്കര എല്ലാവരും കേട്ടോ, ഒരു 10, 250, 300 പേര് ഞാൻ ഡബ് ചെയ്യിച്ചപ്പോഴാണ് ഇത്രയും ആൾക്കാർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ട്. ഡബിംഗ് ഒക്കെ ഭയങ്കര പാടായിരിക്കും. ഡബിങ് ചടങ്ങായിരുന്നില്ലേ, എത്ര നാൾ, 3 മാസം കൊണ്ട് ഡബ് ചെയ്ത് എന്തോരം. ഞാൻ നോക്കുമ്പോൾ കാട്ടാൻ തീരുന്നില്ല, ഇത്രയും പേര് ഡബ് ചെയ്ത് ഡയലോഗുണ്ട്. വേറെ സാധാരണ നമ്മൾ പാക്കിൽ പിടിച്ച് ഞാൻ തന്നെയാണ്. ആ സ്ക്രിപ്റ്റിലെ ഒരു ഡയലോഗ് ആരും പറയാൻ പറ്റത്തില്ല, പുള്ളി അപ്പൊ തന്നെ വരില്ല. ഓക്കെ, നമ്മൾ കഷ്ടപ്പെട്ട് മൊത്തം പഠിച്ച് പ്രിപ്പയർഡ് ആയിട്ടിരിക്കും, പുള്ളി അതല്ല ഏട്ടാ പറയണ്ടെന്ന് പറയും, തീർന്ന പുള്ളി അപ്പം മാറ്റും. അത് റോട്ടിൽ പോണ ആൾക്കാർ മുഴുവൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഡബ് ചെയ്യുമ്പോ ബുദ്ധിമുട്ടാവത്തില്ലേ? പിന്നെ അത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അവർ പറയുന്ന സ്ലാങ് കിട്ടണ്ടേ, അതിന് നമ്മൾ ചെല്ലാറ്റിനും ചെറായിന്നൊക്കെ ബസ് വിട്ട് ആൾക്കാരെ വിട്ട് ഇവിടെ ഇറക്കിച്ചിട്ട് നമ്മൾ ഷട്ടിലടിച്ച് ഡബ്ബിങ് തന്നെ എൻ്റെ ജീവിതത്തിൽ മടുത്തുപോയി ഈ സിനിമ. എന്നീ പറഞ്ഞ 1, 2, 3 മാസം ഡബ്ബിങ് തന്നെ. സ്റ്റുഡിയോ പോവാ, തിരിച്ചു വരാം, സ്റ്റുഡിയോ പോയി രാവിലെ പോവാ, പാതിരാത്രി പോട്ടിക്കറി കൊടുത്തിട്ട് വിളിച്ച ആൾക്കാർക്ക് ഡയലോഗ് വർക്കൗട്ട് ആയില്ല. അത് ഡബ്ബിങ് തന്നെ വേണ്ടേ, സൗണ്ട് തന്നെ വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് അത് അവിടെ സ്റ്റുഡിയോയിൽ പോട്ടിക്കറി സ്വന്തമായിട്ട് ഡബിങ് സ്റ്റുഡിയോ ഒക്കെ ഇല്ല. എവിടെ നമ്മുടെ ചലച്ചിത്രത്തില് എഞ്ചിനീയർക്ക് മടുത്ത്, ജീവിതം വെറുത്ത്, അവർക്ക് പോട്ടിക്കറി അല്ല അവർക്ക് മടുത്ത്, അവര് മടുത്ത് രാജി വരെ വെച്ചു രണ്ടുപേരും നമ്മുടെ പടക്കാരുടെ. അത്രയും ആൾക്കാരെ വെറുപ്പിച്ചിട്ടുണ്ട് ആൾക്കാർ ഡബ് ചെയ്യാൻ വന്നിട്ട് അവിടെ. അങ്ങനെ നമ്മൾ ഡബ് ചെയ്യിച്ചിട്ടുണ്ട് അങ്ങനെ കുറെ പേരെ കൊണ്ട്. അങ്ങനെ ഒരുപാട് പണിയുണ്ടായിരുന്നു ഈ പടോട്ടാ, ചെറിയ പണിയായിരുന്നില്ല.
ഒടുക്കത്തെ പടിയായിരുന്നു ആക്ച്വലി. ശ്രീജയുടെ ക്യാരക്ടർ എന്താണ്, എങ്ങനെ ഇതിലോട്ട് എത്തിപ്പെട്ടത് ഞാൻ അറിഞ്ഞു. നല്ലൊരു സ്റ്റേറ്റ് ക്യാരക്ടർ ആയിട്ടാണ് അവിടെ വന്ന് അഭിനയിച്ചത്. നമുക്ക് അവളുടെ ക്യാരക്ടർ എന്തായിരുന്നു? ഫാന്റസി അല്ലേ? അല്ല, എനിക്ക് അതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടായില്ല. ഈ പറഞ്ഞ നമുക്കൊന്നും അറിയില്ല, സ്ക്രിപ്റ്റ് ഒന്നും ഇല്ലല്ലോ. ക്യാമറയുടെ ഫ്രണ്ടിൽ നിർത്താ, ചിരിക്കുക, കരയുക, ഡയലോഗ് പറയാ, കഴിഞ്ഞു, കട്ട്. അത് നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞെന്നുള്ളത് നമ്മൾ ഡബ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. ഈ ആൻഡപ്പന്റെ അത്ഭുത പ്രവർത്തികൾ ആർക്ക് നേരെയാണ് പരീക്ഷിച്ചത്? ശ്രീജിക്ക് നേരെ ഉണ്ടായിരുന്നു? എനിക്കും ഉണ്ടായിരുന്നു. Okay. അതെ അതെ, ഞാൻ ചെയ്ത ക്യാരക്ടറിലും ഒരു അത്ഭുത പ്രവൃത്തി ഉണ്ടായിരുന്നു. ഉണ്ട്. അവർക്ക് ഒരു ക്യാരക്ടർക്ക് ഒരു Comedy സൂപ്പർ പവർ elements കൂടി. സൂപ്പർ പവർ സൂപ്പർ പവർ. അത് ഇതിൽ എല്ലാവർക്കും സൂപ്പർ പവർ ഉണ്ട്. എനിക്ക് ഇതിന്റെ ട്രെയിലർ കണ്ട സമയത്ത് ഈ പൂച്ച സന്യാസിയൊക്കെ പോലെ നമ്മൾ പണ്ടത്തെ കാർട്ടൂണിലൊക്കെ കാണില്ലേ, അനുഗ്രഹം പ്രവചിക്കുന്നു. അത് സിനിമ കാണുമ്പോഴാണ് കുറെ കൂടി കിട്ടുക. അങ്ങനത്തെ കുറെ എലമെന്റ്സ് ഇവർക്കൊക്കെ സൂപ്പർ പവേഴ്സ് വരുന്നത്. മിന്നൽ മുരളിയൊക്കെ അങ്ങനത്തെ സൂപ്പർ പവർ അല്ല അതല്ല, ഇത് വേറൊരു തരം സൂപ്പർ പവറാണ്. അത് വേറെ ടൈപ്പാണ്. അതായത് ആന്റി ക്രൈസ്റ്റ് എലമെന്റ് സത്യത്തിൽ ഇതിൽ വരുന്നുണ്ടോ? അങ്ങനെ അത് പടം കാണുക എന്നുള്ളതാണ്. ഇല്ല, കണ്ടോളാം. എന്തെങ്കിലും ഒന്ന് പറയാൻ ഒന്നുമില്ല, കണ്ടു വെക്കുക. അതിനകത്ത് സത്യത്തിൽ ഈ സൂപ്പർ നാച്ചുറൽ അല്ലെങ്കിൽ സൂപ്പർ പവർ ഇങ്ങനെ ഫാന്റസി മൂവിന് വലിയ ബഡ്ജറ്റ് വേണം അല്ലേ? ഇപ്പൊ വേറെ അന്യഭാഷയിലൊക്കെ ആണെങ്കിൽ എസ്പെഷ്യലി ഇതിൽ അങ്ങനെ വേണ്ടി വന്നോ? അതുപോലെ ബഡ്ജറ്റ് വേണ്ടി വന്നു. കാരണം വെച്ചാൽ ഇതിനകത്ത് ഇത്ര ആൾക്കാർ ഫസ്റ്റ്, പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്തത് ഒരുപാട് ദിവസം ഷൂട്ട് ചെയ്തു. 100 ദിവസം മേലെ ഷൂട്ട് ചെയ്യേണ്ടി വന്നു ഈ പടം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഉണ്ട് കഥ. ഇത് വേറൊരു ടെക്സ്റ്റ് ബേസ്ഡ് ആണ്. അപ്പം ആ കഥകൾ മുഴുവൻ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇത്രയും സംഭവങ്ങൾ വേണം. അപ്പോൾ ആ സംഭവങ്ങളെല്ലാം ഷൂട്ട് ചെയ്യാൻ വേണ്ടി കുറേ ഷൂട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് പടം കാണുമ്പോൾ മനസ്സിലാവും കുറേ ആൾക്കാരും കുറേ. അതുകൊണ്ട് ബഡ്ജറ്റ് അത്യാവശ്യം സാധാരണ ഞാൻ ചെയ്ത പടങ്ങളിൽ വെച്ചിട്ട് ഇത്തിരി കൂടുതലാണ് എൻ്റെ ബഡ്ജറ്റ്. പിന്നെ നമ്മൾ സൗണ്ട് ഡിസൈൻ വേണ്ടി തന്നെ ഞാനിപ്പോൾ ഒരു 6 മാസം, പൊതുവേ നമ്മളൊരു പടത്തിൻ്റെ സൗണ്ട് ഡിസൈൻ ചിലപ്പോൾ എടുക്കുമായിരിക്കും. ഇപ്പോൾ ഞാൻ ഇതിന് വേണ്ടി 6 മാസത്തിന് അതിനകത്തിരുന്ന് ഈ ബഹളം ഉണ്ടാക്കണം, തിയേറ്ററിക്കൽ ഫീൽ ഉണ്ടാക്കട്ടെ, ആൾക്കാർക്കൊരു ഇടിയും ബഹളമൊക്കെ തോന്നും. അപ്പം എനിക്കും പണ്ട് നമ്മൾ ഇന്ത്യനൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മറ്റേ തിയേറ്ററിക്കൽ സാധനം ഉണ്ടല്ലോ, 5.1 കാണുമ്പോൾ ഒരു സീനില്ല, ആ ഒരു ഫീല് ഞാനിപ്പോൾ നോക്കുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ പടങ്ങൾക്ക് അങ്ങനത്തെ ഫീൽ റിയലിസ്റ്റിക് ആയതുകൊണ്ട് അപ്പം മറ്റേ പറയുമ്പോൾ ഒരു പവർ കിട്ടൂലേ, ആ സാധനം കിട്ടാൻ വേണ്ടി ഞാൻ ഇരുന്ന് പണിയെടുത്തിട്ട് ഒരു 6 മാസം. അവിടെ എല്ലാത്തിനും നമ്മൾ ആ ബഡ്ജറ്റിങ്, അപ്പോൾ അതും ബഡ്ജറ്റാണല്ലോ ബേസിക്കലി. നമ്മുടെ DTSും 5.1 പരിപാടികളൊക്കെ ഒത്തിരി സമയം എടുത്താണ് ചെയ്തത്. അതുകൊണ്ട് ഒരു പക്ഷേ ഇതിൽ ആന്റണി അല്ല നായകനെങ്കിൽ ആരായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്, സ്വന്തം മുഖം അല്ലാതെ? ആന്റണി തന്നെ. ആര് വന്നാലും അവസാനം കൊമ്പും വെച്ച് പുള്ളി ആര് വന്നാലും കൊമ്പ് വെച്ച് അങ്ങനെ നല്ലതേ. ഇതൊന്നും സംഭവം പറയും, ഇതൊരു ഐഡിയ വേറെ ഏതോ ടൈപ്പ് ഐഡിയ ഏതുണ്ട്, നമ്മൾ ആര് പറഞ്ഞാലും ചെയ്യൂല. ഞാനിപ്പോൾ 2-3 ഇടയ്ക്ക് ഞാൻ ട്രൈ ചെയ്ത് നോക്കി 2 നേരടുത്ത്. അപ്പോൾ അല്ല, ഇവരൊക്കെ കൊമ്പ് വെച്ച് നോക്കിയായിരുന്നോ എല്ലാവർക്കും ചേരുന്നുണ്ടോന്നൊക്കെ? കൊമ്പ് വെച്ചതല്ല, ഞാൻ 2 കഥ പറഞ്ഞു നോക്കി, ഇങ്ങനെ ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ട്. പക്ഷെ ആർക്കും അതങ്ങോട്ട് ഇതൊക്കെ ഒന്നാമത്തെ കാര്യം, ഇത് കഥ പറയുമ്പോൾ തന്നെ എനിക്ക് കഥ ഉണ്ടാക്കിയിട്ടില്ല. ഞാനിങ്ങനെ ഒരു തന്നെ ആൾ ക്രൈസ്റ്റ് ആണെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ബാക്കി പറയണ്ടെന്ന് പറഞ്ഞു. പിന്നെ പ്രത്യേകിച്ച് കാര്യമില്ല. പിന്നെ ഞാൻ നോക്കുമ്പോൾ പക്ഷേ അത് അങ്ങനെ പിന്നെന്ന് പറഞ്ഞാലേ ഹോംലി ബിസിൽ അഭിനയിച്ച പോലെ ഞാനങ്ങ് അഭിനയിച്ചൊക്കെ പോയതാണ് ഇതിനകത്ത്. അല്ലാണ്ട് മറ്റേ നമ്മൾ ആദ്യത്തെ പടത്തിലും അഭിനയിക്കുമെന്ന് വിചാരിച്ചല്ലോ, സ്ക്രിപ്റ്റ് എഴുതിയിട്ട് എന്നുള്ള പരിപാടിയായിരുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് പക്ഷെ എല്ലാ പടത്തിലും സംഭവിക്കുന്നുണ്ട്. 2 പടത്തിലും സംഭവിച്ചിട്ടുണ്ട്. ലാസ്റ്റ് പറഞ്ഞ സ്ക്രിപ്റ്റിൽ നായകൻ ഇദ്ദേഹം തന്നെയാണ്. ഏതിലാണ്? ലാസ്റ്റ് എന്നോട് പറഞ്ഞ സ്ക്രിപ്റ്റ് അത് വില്ലനല്ലേ? ഞാൻ വില്ലനല്ലേ? നായകൻ ഇദ്ദേഹം. അല്ലല്ല, ഞാൻ വില്ലനാണ്, ഞാൻ നായകനല്ല. ഇതൊക്കെ ഞാൻ ഇന്റർവ്യൂ കഴിയുമ്പോ തീരുമാനമാവും കേട്ടോ, അവര് നായകനല്ല. നായകനാണ്. അല്ലല്ല, ഞങ്ങളൊരു പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് വില്ലനാണ്. അടുത്തത് സാജിദ് സംവിധാനം ചെയ്യും. അതല്ല, സംവിധാനം ഇദ്ദേഹത്തെ സംവിധാനം ചെയ്യാൻ ഞാൻ ഇവരെ സംവിധാനം ചെയ്യാൻ സമ്മതിക്കില്ല. ഇവർ അഭിനയിച്ചാൽ ഇതാണ് ഞാൻ പറഞ്ഞത്. അല്ല, ആരാണ് സാജിദിലെ സംവിധായകനെയാണോ അതോ ആക്ടറിനെയാണോ കൂടുതൽ? കൂട്ടുകാരനാണ് ഇഷ്ടം. സാജിദിന് ഏതാ കൂടുതൽ എൻജോയ് ചെയ്യുന്നത്, സംവിധാനമാണോ ആക്ടിംഗ് ആണോ? അല്ല, എനിക്ക് ആക്ടിംഗ് ആണ് ഇഷ്ടം. എനിക്ക് എനിക്ക് ഇവനെ അഭിനയിക്കണം ഇഷ്ടമാണ്. അതെ, എന്നാലല്ലേ അടുത്ത ഫിലിമിൽ. അതുകൊണ്ടല്ല ഞാൻ ഇവനെ പൊമ്പിളരുമ്പിൽ വിളിക്കുമ്പോഴും അതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇപ്പം എനിക്കറിയാം ഇവൻ ചെയ്താൽ ഇവൻ അടിപൊളിയായിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷെ അവൻ അഭിനയിപ്പിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ്. അല്ല, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്ന് ഇൻഡസ്ട്രിയിലെ ടോപ്പ് ടയർ ആയിട്ടുള്ള എല്ലാ ആക്ടേഴ്സും ആഡ്ലി സ്കൂളിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. ഫഹദ് ഫാസിൽ, ജോജി ചേട്ടൻ, ആസിഫ് അലി, ഇവരൊക്കെ ഒരു രീതിയിൽ വേറെ ഇതിൽ ജോജി ചേട്ടനൊക്കെ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ആഡ്ലി. കാരണം ആഡ്ലി നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു 10 മിനിറ്റ് ആരോട് ഇരുന്നാൽ മതി, നമ്മുടെ പ്രശ്നമൊക്കെ നമ്മൾ മറന്നു പോകും. മനസ്സിലായില്ലേ? അത് ചില ആൾക്കാർക്ക് അതുകൊണ്ട് ആൻഡപ്പൻ അല്ലെങ്കിൽ ആ ക്യാരക്ടർ ചെയ്യാൻ ആഡ്ലിക്ക് അപ്പുറം വേറൊരാളില്ല. മനസ്സിലായില്ലേ? അത് ലിറ്ററലി അയാൾ അങ്ങനെ. ഞാൻ വേറെ ചോദിച്ചാലേ, ഇയാൾക്ക് ഒരു
ഇയാളൊരു പൊട്ടനാണെന്ന് തോന്നണം. അപ്പം ഞാൻ നോക്കിയപ്പോൾ അത്രയും കറക്റ്റായിട്ട് ലുക്ക് വേറെ ആർക്കും കിട്ടത്തില്ല. അതുകൊണ്ട് ഞാനത് എന്നെ തന്നെ വളരെ ആപ്റ്റായിട്ട് കാസ്റ്റ് ചെയ്തതാണ്. ഹ്യൂമറും എനിക്ക് അറിയില്ല, ഇതിൽ രണ്ട് ചിരിച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു സൈഡിൽ കുറച്ചും കൂടെ ഒരു ദേഷ്യഭാവം ഇല്ല. ഇതിൽ കോമഡി ആണോ? ഇത്ര ഓവർത്തേക്ക് ഞാൻ പോലും ചെയ്തിട്ടില്ല സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത്. ഇതിൽ ഒരു വയലൻസ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഇല്ല. അല്ല, വയലൻസ് എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്, കുറച്ചുണ്ട്. ആഗ്രഹം കൊണ്ട്, കൊതി കൊണ്ട് ഞാൻ കുറച്ച് ക്ലൈമാക്സിൽ കുറച്ച് വയലൻസും ഡാർക്കും ഉണ്ട്. അതെനിക്ക് ഈ പടത്തിൽ തീരാൻ ഒരു സീക്വൻസ് സസ്പെൻസ് ആയിട്ട് ഒന്നുമില്ല. ഇറ്റ്സ് സെക്കൻഡ് ഹാഫ് എത്തുമ്പോൾ ഒരു ഡബിൾ ഏരിയ വരും. അപ്പോൾ അത് മാക്സിമം എനിക്ക് ഹൊറർ പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പേടിപ്പിക്കുന്ന ഒരു കുട്ടി അഭിനയിച്ചിട്ടുണ്ട്. അവൻ പൊളിച്ചേക്കണേ. അപ്പോൾ അവൻ്റെ ഏരിയ ശരിക്കും പേടിയാവുന്ന പോലെ തന്നെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഹൊറർ എടുക്കാനും ഈ ഡാർക്ക് എടുക്കാനും ഇഷ്ടമാണ്. അപ്പോൾ ഈ പടത്തിൽ അങ്ങനെ ഇല്ല, ഏരിയ എല്ലാം ഫണ്ണാണ്. പിന്നെ ലാസ്റ്റ് എത്തിയപ്പോൾ ഞാൻ ആ ഏരിയ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് സന്തോഷമായി. ഓക്കെ. ഇപ്പോഴെല്ലാ OTT പ്ലാറ്റ്ഫോമിൽ, ഫോർ എക്സാമ്പിൾ സാജിദിൻ്റെ കൽബ് എനിക്കൊന്ന് OTT എത്തുമ്പോൾ വലിയൊരു അക്സെപ്റ്റൻസ് ആയിരുന്നു അല്ലേ കിട്ടിയത്? എനിക്കൊന്ന് തിയേറ്ററിൽ കിട്ടിയതിനേക്കാളും ഒരു മ്യൂസിക്കൽ കൂടെ ഭയങ്കര മിക്സ് ചെയ്തിട്ടൊന്നായിരുന്നു ഉണ്ടായിരുന്നത്. എനിക്കൊന്ന് സ്റ്റേജസ് ഓഫ് ലവ് കാണിക്കുന്ന ഒരു ഫിലിം, ആ ഫിലിമിൽ നിന്ന് ഇതുപോലൊരു ഫിലിമിലോട്ട് എത്തുമ്പോഴുള്ള ഒരു ഡിഫറൻസ് എന്താണ്? അല്ലെങ്കിൽ ആദ്യം പറഞ്ഞു, ഒരിക്കലും കൽബ് പോലെ നാളെ OTT ഈ സിനിമ ചർച്ച ചെയ്യപ്പെടരുത്. മനസ്സിലായി? നിങ്ങൾ തിയേറ്ററിൽ വന്ന് ഈ സിനിമ എക്സാക്ട്ലി അതിനെക്കുറിച്ച് അതെങ്ങനെയാണ് നോക്കി കാണുന്നത്? അതെ, കൽബ് ഭയങ്കര ഒരു അക്സെപ്റ്റൻസ് ആയിരുന്നു OTT റിലീസ് ചെയ്തപ്പോൾ. ഇതുപോലെ തന്നെ ഒരു തിയേറ്റർ ഡിസൈൻ ചെയ്ത സിനിമയാണ്. അതുപോലത്തെ വിഷ്വലും അതുപോലത്തെ സൗണ്ടിങ്ങും ഒക്കെയുള്ള സിനിമയാണ്. അപ്പം നമ്മൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ സിനിമകൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടണം, ആൾക്കാർ തിയേറ്ററിൽ പോയി കാണണം. അന്നാമത്തെ ഇതുപോലെ അറ്റംപ്റ്റുകൾ ഉണ്ടാകത്തുള്ളൂ. ഇതിനകത്ത് ഇപ്പം ആഡിൽ പറഞ്ഞു 10-20 അതിനകത്തുനിന്ന് ഇപ്പം ആഡിയുടെ ഹോംലി മീൽസ് അതിനഭിനയിച്ച ആൾക്കാരൊക്കെ ടെക്നീഷ്യൻസൊക്കെ ഇവിടുത്തെ ഏറ്റവും ടോപ്പ് ക്ലാസ് ആളുകളാണ്. അന്ന് അഭിനയിച്ച ആളുകളും വർക്ക് ചെയ്ത ആളുകളും. അപ്പം ഇതുപോലത്തെ സിനിമകളിലൂടെയാണ് അടുത്ത ജനറേഷൻ ഉണ്ടാകുന്നത്, അടുത്ത ടെക്നീഷ്യൻസ് ഉണ്ടാകുന്നത്, അടുത്ത ആർട്ടിസ്റ്റുകൾ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ സമയം കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കൈയടിക്കേണ്ടത് ഇങ്ങനത്തെ സിനിമയ്ക്കാണ്. ഇത് ബേസിക്കലി പറഞ്ഞാൽ എനിക്ക് ഈ കമേഴ്ഷ്യൽ പടം എങ്ങനെ ഇങ്ങനൊരു സെറ്റപ്പിൽ എടുക്കുക എന്നുള്ളത് ഒരു എക്സ്പെരിമെൻ്റ് ആണ് ആക്ച്വലി. ഞാൻ മാത്രമല്ല എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമ്മൾ ഈ ഭയങ്കര സെറ്റപ്പ് അല്ലാതെ നമുക്ക് കമേഴ്ഷ്യൽ തിയേറ്ററിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ വേറെ സാധനമുണ്ട്. തിയേറ്റർ നമുക്ക് മറ്റേ വലിപ്പം തോന്നിക്കുക, അല്ലെങ്കിൽ ആൾക്കാർക്ക് ക്രൗഡ് പുള്ളിങ് എലമെൻറ്റ്സ് ഉണ്ടാക്കുക. അത് ചെയ്യാനൊരു ഭയങ്കര സെറ്റപ്പ് ആവശ്യമുണ്ട്. അതല്ലാതെ പുതിയ ആൾക്കാരെ വെച്ചിട്ട് നമുക്ക് കണ്ടന്റും പറയണം, ക്രൗഡ് പുള്ളിങ് എലമെന്റ്സും വേണം. ഇതെല്ലാം കൂടി എങ്ങനെ മിക്സ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഞാനൊരു എക്സ്പെരിമെന്റ് അതൊരു ചലഞ്ച് ആയിട്ട് തോന്നിയിട്ടുണ്ടാവില്ല? ചലഞ്ച് അല്ല, ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്കൊരു ഒരു രസമാണല്ലോ അത് ചെയ്യാന്നുള്ള ഒരു സാധനം. വളരെ ഇൻട്രസ്റ്റിംഗ് ടീമായിരിക്കും. ചില മൂവീസിന്റെ സ്റ്റോറീസ് നമ്മൾ OTT കാണുമ്പോൾ മനസ്സിലായോ ഇത് എന്ത് നല്ലൊരു ഫിലിം ആയിരുന്നു, തിയേറ്ററിൽ പോയിട്ട് കാണേണ്ട ഒന്നായിരുന്നു. ഒരുപക്ഷെ കാസ്റ്റിംഗ് ന്യൂ ആയതുകൊണ്ട്, എല്ലാവരും പുതിയതായതുകൊണ്ട് ആൾക്കാർ തിയേറ്ററിൽ വിസിറ്റ് ചെയ്യാൻ ഒരു മടി കാണിക്കുന്നു. അതിനെ ഒരു ആസ് എ ഡയറക്ടർ നമ്മുടെ കൂടെ ഉത്തരവാദിത്വമാണ് ഇവർ കയറ്റുക എന്നുള്ളത്. അവരുടെ കുഴപ്പമല്ല ഒരു OTT കാണുക എന്നുള്ളത്. അപ്പോൾ ബേസിക്കലി നമ്മൾ തിയേറ്ററിൽ കയറ്റാനുള്ള എല്ലാ അഭ്യാസവും നമ്മൾ കാണിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് കാണിക്കാത്തതിന് കുഴപ്പമുണ്ടായിരിക്കും ആൾക്കാർ കാണാത്തത്. അപ്പോൾ നമ്മളും ഇതിനകത്ത് തിയേറ്ററിൽ വന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഈ മാർക്കറ്റിംഗ് സാധനങ്ങളൊന്നും തിയേറ്ററിലേക്ക് ആയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അല്ല, പണ്ട് ചീപ്പ് വളരെ സാധാരണക്കാർക്ക് വളരെ ചെറിയ എമൗണ്ടിൽ സിനിമ കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഇന്ന് അതില്ല. എല്ലാം മൾട്ടിപ്ലക്സുകളാണ്. എല്ലാം വലിയ ഒരു ഗ്ലാസ് രൂപ വെള്ളം വാങ്ങിക്കണമെങ്കിൽ ഇത്ര എമൗണ്ട് ആകുന്ന തിയേറ്റർ ഇപ്പോൾ ഉള്ളത്. അവിടെ അവരെ സ്പെൻഡ് ചെയ്യുമ്പോൾ അവരും പർപ്പസ്ഫുള്ളി ഫോക്കസ്ഡ്. അവർ റിവ്യൂകൾ കാണും, കമന്റുകൾ കാണും, അഭിപ്രായങ്ങൾ കേൾക്കും. എസ്പെഷ്യലി റിവ്യൂവേഴ്സിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? പശ്വന്ത് കോക്ക് പോലുള്ള റിവ്യൂവേഴ്സിൻ്റെ റിവ്യൂ നമ്മളെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. നല്ല റിവ്യൂസും പറയാറുണ്ട്. ഓഫ് കോഴ്സ് എനിക്ക് അദ്ദേഹത്തിൻ്റെ റിവ്യൂ ഇഷ്ടമാണ്. അപ്പോഴതെങ്ങനെ എത്രമാത്രം സിനിമയെ ബാധിക്കുന്നതാണ്? ലോകത്തുള്ള എല്ലാ ആർട്ട് ഫോമുകളെയും കാണുന്ന ആളുകൾക്ക് വിമർശിക്കാം, ഇല്ലെങ്കിൽ അതിൻ്റെ നല്ലത് പറയാം, നെഗറ്റീവ് പറയാം. അതൊക്കെ സന്തോഷമുള്ള അങ്ങനെയാണ് എല്ലാ ആർട്ട് ഫോമും. ഒരു ആസ് എ ഡയറക്ടർ, ആസ് എൻ ആക്ടർ നമ്മളെല്ലാവരും അങ്ങനെയാണ് വലുതായിട്ടുള്ളത്. പക്ഷേ ഈ അടിച്ച് അധിക്ഷേപിക്കുക, ഇല്ലെങ്കിൽ തേജോവധം ചെയ്യുക, അത് സ്ലാപ്സ്റ്റിക്കാന്ന് പറയുക, അത് സിംപ്ലിഫൈ ചെയ്യുന്നത് വളരെ മോശമാണെന്ന് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് സിനിമയിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയാം. അയാളെ പേഴ്സണലി വട്ടപ്പേര് വെച്ച് കളിയാക്കുക, ഇല്ല അതുപോലെ മിമിക് ചെയ്ത് കളിയാക്കുക. ഇത് ജസ്റ്റ് അവർക്ക് ഓൺലൈനിൽ കിട്ടുന്ന യൂട്യൂബർ വേണ്ടി ജീവിക്കാനുള്ള ഗിമ്മിക്സിലാണെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുക, അത്രേ ഉള്ളൂ. ബാക്കി ഈ പറയുന്ന എന്ത് വിമർശനങ്ങൾക്കും ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ കേൾക്കാം. ശരിയാണ്, എല്ലാ ആർട്ട് ഫോമിനെയും 100% ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. അത് ഇഷ്ടപ്പെടുത്തവരുണ്ടാവും, ഇഷ്ടപ്പെട്ടവരുണ്ടാവും. ഈ രണ്ട് അഭിപ്രായങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ആർട്ടിനെ ആളുകൾ തിരഞ്ഞെടുക്കുന്നത്, അല്ലേ? ആ അഭിപ്രായങ്ങൾ വരാൻ നെഗറ്റീവ് മാത്രം സ്പ്രെഡ് ആകുക, പോസിറ്റീവ് പറയാൻ കാണുന്ന ആൾക്കാർക്കുള്ള ഷോ ടൈമിങ് തിയേറ്ററിൽ കിട്ടിയില്ലെങ്കിൽ തീർന്നില്ല ആ സിനിമയുടെ അവസ്ഥ. അപ്പം അതുപോലെ ഒരിക്കലും ആൻറ്റപ്പൻ്റെ അത്ഭുത പ്രവൃത്തി റിവ്യൂയിങ് എന്ന് പറയുന്നതും ഒരു ആർട്ടാണ്. അപ്പോൾ അത് നമ്മൾ ആർട്ടിസ്റ്റിക്കായിട്ട് ചെയ്യുമ്പം നമുക്ക് അതിനോട് താല്പര്യം കൂടും കാണാനായിട്ട്.
അപ്പം അതിന് ആർട്ട് ഫോമായിട്ട് കണ്ടാൽ കുറച്ചൊരു രസമായിരിക്കും. അതിന് ഗ്രഡ്ജായിട്ട് കാണുമ്പോഴാണ് കുഴപ്പമുള്ള തോപ്പിക്കാന്നൊക്കെ പറഞ്ഞ. അതെ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു പർട്ടിക്കുലർ ആക്ടേഴ്സിനെ പറയാതെ അത് അതിന്റെ ഒരു അല്ല, അത് എന്തും എൻ്റർടൈനിങ് ആയിട്ട് പറയാന്നുള്ളതാണ്. റിവ്യൂയിങ് എൻ്റർടൈനിങ് ആക്കാന്നുള്ള. ഓക്കെ, ഒരു സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞാൽ അത്രയും എല്ലാം എൻ്റർടൈൻമെൻ്റ് ആണല്ലോ. അപ്പോൾ അത് നമ്മളൊരു സിനിമയുടെ റിവ്യൂ പറയാം, അല്ലെങ്കിൽ നമ്മൾ സ്പൂഫ് പറയാം, അല്ലെങ്കിൽ അതിനെ കളിയാക്കുമ്പോൾ അത് ഏറ്റവും ക്രിയേറ്റീവായിട്ട് പറയാൻ പറ്റിയാൽ അത് ഏറ്റവും നല്ല റിവ്യൂ ആയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നന്നായി പറഞ്ഞാൽ അതും ഇൻട്രസ്റ്റിംഗ് ആണെന്നുള്ളതാണ്. ഇനി സുനീഷിലോട്ട് വരികയാണെങ്കിൽ മറ്റ് ഫിലിമിലെ ഡിസൈനിങ് ചെയ്തിട്ട് ഇപ്പോൾ ഓം ശാന്തി ഓശാനയിലെ ആയാലും തീവ്രത്തിലെ ആയാലും ഷട്ടറിലെ ആയാലും എല്ലാം ശ്രദ്ധിക്കപ്പെട്ട പോസ്റ്റേഴ്സ് ആയിരുന്നു. തിരിച്ച് ഈ ഒരു ഫിലിമിലോട്ട് വരുന്ന സമയത്ത് എന്താണ് ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെ കിട്ടും? രാത്രി മെയിനായിട്ടുള്ളത് രാത്രി പണിയെടുക്കണം. അതന്നെ, ഞാൻ നൈറ്റ് പണിയെടുക്കുള്ളൂ. അതാണ് മെയിൻ പരിപാടി. അതുകൊണ്ട് അവൻ നൈറ്റ് ഞാൻ ചെല്ലും. ഞങ്ങൾ 5 മണി വെളുപ്പിന് 5 മണിക്കൊക്കെയാണ് ഞങ്ങൾ സംസാരിക്കുന്നതും ഇതിൻ്റെ ഡിസ്കഷൻ നടക്കുന്നതും. പിന്നെ പടത്തിൽ അഭിനയിച്ചപ്പോഴും ഉള്ളൊരു കാര്യം ഉണ്ടായിരുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം 2 മണിക്ക് ശേഷം ചെന്നാൽ മതി സെറ്റിൽ. ഓക്കെ, എല്ലാം രാത്രി പരിപാടി. രാവിലെ പറ്റില്ല ഒരു പരിപാടി. പൊതുവെ എനിക്ക് മറ്റേ ടൈമിംഗ് തിരിച്ചാണ്, പുറത്തെ ടൈമിങ്ങിലാണ് വർക്ക് ചെയ്യണം. ഇതിൽ എന്തൊക്കെയോ ദുരൂഹത ഉള്ളതുകൊണ്ട് രാത്രിയാകുമ്പം അല്ലേ? അതുകൊണ്ടല്ലേ രാത്രി ആകുമ്പോഴാണ്. നൈറ്റ് ആകുമ്പോൾ ഞാൻ ഓണായിരിക്കും. പൊതുവെ എങ്ങനെയാണോ? രാത്രിയാണോ? വൈകുന്നേരം എഴുന്നേക്കുള്ളൂ. രാവിലെ ഒക്കെ ഉറങ്ങി രാത്രി എഴുന്നേക്കുന്ന ടൈപ്പാണ് അല്ലേ? അപ്പം നമ്മൾ നമ്മുടെ ടൈം ആ സമയത്തേക്ക് മാറ്റി വർക്ക് ചെയ്യണ എല്ലാവരും നൈറ്റ് വർക്ക് ചെയ്യണം. ഓക്കെ, എപ്പോഴും അങ്ങനെയാണോ? പകല് വലിയ പാടാണ്. വർഷങ്ങളായി ഇപ്പൊ ഈ ഒരു ഉച്ചക്ക് ഇതിനുള്ള പ്രിപ്പറേഷൻ ആയിട്ടൊന്നും അല്ലല്ലോ അല്ലേ? ഒന്നുമില്ല ഉറങ്ങും. രാത്രി ഒരു പ്രത്യേക ഉണർവ് കിട്ടും. രാത്രി ഒരു ചാർജ് ആവും. അപ്പൊ രാവിലെ കണ്ടില്ലേ, എന്തൊക്കെയോ ഇല്ലേ, തോന്നില്ലേ? ഡബ് ചെയ്യിപ്പിക്കും, എല്ലാം ചെയ്യിപ്പിക്കും. എല്ലാം രാത്രിയാണ്. രാവിലെ എല്ലാ അത്ഭുത പ്രവൃത്തിയാണ് റിയൽ ലൈഫിലും. റിയൽ ലൈഫിൽ ഒരു അത്ഭുത പ്രവൃത്തി ചെയ്യാൻ പറ്റിയാൽ എന്താ ചെയ്യാ? റിയൽ ലൈഫിൽ ഇപ്പൊ തന്നെ ഒരുപാട് അത്ഭുതങ്ങൾ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ചൊരു പ്രവൃത്തി ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. റിയൽ ലൈഫേ ഒരു അത്ഭുതമാണ്. ഓക്കെ, ആസ് എ ഡയറക്ടർ അറ്റ്ലിയുടെ കൂടെ വർക്ക് ചെയ്തപ്പോൾ തോന്നിയത് എന്താ ഡിഫറൻസ്? കുറേ മൂവീസിൽ മുന്നേ ആക്ട് ചെയ്തിട്ടുണ്ട്, ആ ഒരു എക്സ്പീരിയൻസും. ഞാൻ പറഞ്ഞ പോലെ വിപിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ പോകാന്നുള്ള ഫീലൊന്നും നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ വെറുതെ എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ പോകാന്ന് വിചാരിച്ചിട്ട് പോയാൽ മതി. സ്ക്രിപ്റ്റ് ഒന്നും പഠിക്കേണ്ട കാര്യം, ഒന്നും പഠിക്കണ്ട, നമുക്ക് പറഞ്ഞു തരും, ഡയലോഗ്സ് പറഞ്ഞു തരും. ശ്രീജാണെങ്കിൽ പുതിയ ക്യാരക്ടറൊക്കെ പഠിച്ച് ഒരു മാസമൊക്കെ അകത്തിട്ട് ആ ഡ്രസ്സ് ഇട്ട് വീട്ടിലൊക്കെ നടന്ന് മനസ്സിലായി അതുപോലെ ആവണ ആളാണ്. ഇല്ല, ഒന്നും നമുക്ക് ചെയ്യണ്ട. പക്ഷെ നന്നായിട്ട് ഇൻസ്ട്രക്ട് ചെയ്ത് തരും. നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള നല്ല ധാരണയുണ്ട്. ആളുടെ മൈൻഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യം ധാരണയുണ്ട് ആൾക്ക്. പക്ഷെ നമുക്ക് പേപ്പറിൽ പഠിക്കാൻ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഡയലോഗ്സ് നമുക്ക് ഓൺ സ്പോട്ട് പറഞ്ഞു തരും. നമ്മളത് കേട്ട് പറയാം. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അപ്പം തന്നെ പറഞ്ഞു തരും. ഇതിപ്പോൾ എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ, ഞാൻ അപ്പുറത്തെ നമ്മൾ ഫ്ലാറ്റിൽ ഷൂട്ട് ചെയ്ത സമയത്ത് ഒരു ചേച്ചീനെ അഭിനയിപ്പിക്കുക. ചേച്ചിയുടെ നടന്നു വരാൻ പറയുന്നുണ്ട്, നടന്നു വരുന്നു. ആക്ഷനും കട്ടൊന്നുമില്ല കേട്ടോ. നടന്നു വരാൻ ചേച്ചി ഡോറോടിനകത്ത് വന്നു. ഈ കുട്ടിയോട് എന്ത് പറഞ്ഞ് തിരിച്ചു പോയി. മതി ചേച്ചി കഴിഞ്ഞു. ഞാൻ കഴിഞ്ഞ അത്രയൊക്കെയുള്ള അഭിനയം. നീ ചെയ്യണമെന്നല്ല അഭിനയം. നിങ്ങൾക്ക് എല്ലാവർക്കും തമ്മിൽ അറിയാമായിരുന്നോ ക്രൂ മെമ്പേഴ്സിനെ എല്ലാവരെയും? എനിക്ക് വിപിനെ മാത്രമേ അറിയുള്ളൂ. അതെനിക്ക് തോന്നി നേരത്തെ. അറിയാം, ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. അങ്ങനെ ഞങ്ങള് പടത്തിൽ ഇവൻ നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല, പോസ്റ്റർ ചെയ്തിട്ടില്ല. വെള്ളിമൊങ്ങ നീ ചെയ്തപ്പോ മുമ്പിലല്ല, അതിന് മുമ്പ് നീ വെള്ളിമൊങ്ങ ചെയ്ത സമയത്ത് എനിക്ക് ഇവനെ വെള്ളിമൊങ്ങ ചെയ്യണ സമയത്ത് നമ്മൾ ജീവിച്ചേണ്ട പടം ആദ്യരാത്രി ആദ്യരാത്രി അതുകൊണ്ട് മുമ്പ് ഇപ്പം കഥ പറയാൻ എഴുതാനൊക്കെ നടക്കുമായിരുന്നു, ഡയറക്റ്റ് ചെയ്യാനൊക്കെ. ഇത് എത്ര ദിവസത്തെ ഷൂട്ടായിരുന്നു? ഇത് ഇപ്പോഴും കഴിഞ്ഞിട്ടുള്ളതോ? ഉച്ചയ്ക്ക് ശേഷം തന്നെ പറഞ്ഞു, ആദ്യം തന്നെ പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം. പിന്നെ പാതിരാത്രി വെളുപ്പിന് 5, 6 മണി 7 മണി വരെ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലേ? റിലീസാണ്. അല്ല, ഇത് റിലീസ് എപ്പോഴായിരുന്നു? ഈ വരുന്ന വെള്ളിയാഴ്ച അല്ലേ റിലീസ്? ഇത് സത്യത്തിൽ ഒരു ദുരൂഹത ഇല്ലേ? വെള്ളിയാഴ്ച റിലീസ്, പാതിരാത്രി ഷൂട്ട്, 2 മണി കഴിഞ്ഞ് ഓണാവുന്നു. ശരിക്കും അറ്റ്ലി ഒരു ഇല്ലുമിനാറ്റി ആണോ? ഡബിങ് പോലും ഇപ്പൊ ഈ ഡബിങ് നമ്മളൊരു 10 പ്രാവശ്യം വിളിക്കും. എന്നിട്ട് നമ്മുടെ ലിപ്പ് നോക്കിട്ട് പുള്ളി ഡയലോഗ് മാറ്റി എഴുതും. ഏതാ? എന്നിട്ട് അത് നമ്മൾ ഡബ് ചെയ്യും. മനസ്സിലായില്ലേ? അതിന്റെ ചേതോവികാരം എന്താ? എന്തോ ഒരു ചേതോവികാരം എനിക്കറിയില്ല. എന്തൊരു പ്രശ്നമുണ്ടല്ലേ? ഇത് നമ്മൾക്ക് തിയേറ്ററിൽ എത്തുമ്പോൾ പ്രേക്ഷകർക്ക് എന്ത് അത്ഭുത പ്രവൃത്തിയാണ് തിയേറ്ററിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യേണ്ടത്? ആസ്വദിക്കണം. അത് ആദ്യം തിയേറ്ററിൽ വരണം. ഞാനാണ് ഡയറക്ടർ വരണം.
അടുത്ത ആൾക്കാരെ കൊണ്ടോ ഇല്ലെന്ന് നോക്കണം. അതാണ് കാരണം ഒറ്റയ്ക്ക് നിന്ന് കാണാൻ മനുഷ്യന്മാർ കുറച്ച് വന്നാൽ നല്ലതാണ്. ബേസിക്കലി തിയേറ്റർ ഡിസൈഡ് സിനിമയാണ്. രാവിലെ റിലീസൊക്കെ രാവിലെ. അതാണ് റിലീസ് രാവിലെ ഉണ്ട്. 10 മണിക്കത്തെ ഷോ വേണ്ടെന്ന് പറഞ്ഞിട്ട് മിനിമം 12 മണിക്കെങ്കിലും ആക്കണം എന്നാ പറഞ്ഞേക്കണേ. കാരണം 10 മണിക്ക് സ്പെഷ്യൽ ആയിട്ട് നൈറ്റ് ഷോ. ഡയറക്ടർ എത്തില്ല. എൻ്റെ മാത്രമല്ല പൊതുവെ ആൾക്കാർ അതുണ്ട്. പിന്നെ രാവിലെ ആൾക്കാരൊക്കെ സിനിമ കാണാനുള്ള ടെൻഡൻസി കുറവാണല്ലോ. ഒരു സൂപ്പർ സ്റ്റാർ പടമാണെങ്കിലും അല്ല 10 മണിക്ക് കാണുള്ളൂ. പുതിയ ആൾക്കാരെ പടമാകുമ്പോൾ ചിലപ്പോൾ രാവിലെ വരത്തില്ല. അതുകൊണ്ട് ഞാൻ പക്ഷെ ഇതിന്റെ മൊത്തത്തിലൊരു ആംബിയൻസും ഇതൊക്കെ കിട്ടണമെങ്കിൽ രാത്രി ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അങ്ങനൊന്നുമില്ല. ഇത് എന്റർടൈൻമെന്റാ, ഇത് ഡാർക്കില്ല. അപ്പൊ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? ഒരു എന്റർടൈൻമെന്റ് സിനിമ കാണാം എന്നുള്ള പ്രതീക്ഷ വെക്കാം. പിന്നെ ഇതുവരെ കേൾക്കാത്തൊരു സബ്ജക്റ്റ്, കാണാത്തൊരു പരിപാടി. ടോട്ടലി നിങ്ങൾക്കിതൊരു പുതിയൊരു, എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ അറ്റ്ലിയുടെ മൂവി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു വേറിട്ട പരീക്ഷണമായിരിക്കും. നമ്മൾ ആസ് എ ഡയറക്ടർ നമുക്ക് ആ സിനിമ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റി. നമ്മളിപ്പോൾ നമുക്ക് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്നു. മൈക്കിൾ ജാക്സന്റെ പടം നമുക്ക് ഇഷ്ടമാണ്, നമ്മളത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ സിമിലർ തോട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്നെ സിമിലർ തോട്ടുള്ള ആൾക്കാർക്ക് ഇത് ഇഷ്ടപ്പെടാൻ സാധിക്കും. എനിക്ക് ഇഷ്ടമുള്ള കോൺസെപ്റ്റാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ കൃഷ്ണന്റെ കളറും ഉണ്ടല്ലേ സൈഡില്. ആലോചിച്ചിട്ടില്ല. അല്ല ക്രൈസ്റ്റിലെ കൃഷ്ണനും ക്രീം അല്ലേ? അങ്ങനൊന്നും പറയല്ലേ, വേറെ ഷൂട്ട് ചെയ്യും. പുള്ളിക്ക് പെട്ടെന്നൊരു ചിന്ത അങ്ങനെ നമുക്ക് ഞാനിത് കണ്ടോണ്ടിരിക്കല്ലേ, എനിക്ക് നേരെ ഞാൻ ഇതുവരെ ആർക്കും കണ്ടിട്ടില്ല. ഒരുപാട് ഡീറ്റെയിലിംഗ് ഉണ്ട്. ഇത് കൃഷ്ണന്റെ കളറ്, കൊമ്പ്, പല്ല് കളിച്ചിട്ടുണ്ട് ഭാഗ്യത്തിന്. അത് സുരക്ഷിത. എന്തായാലും മൂവി വലിയൊരു വിജയമാകട്ടെ. പോസ്റ്റർ കാണുമ്പോൾ തന്നെ ഭയങ്കര ആകാംക്ഷയോടെയാണ് ഇരിക്കുന്നത്. അറ്റ്ലി ആയതുകൊണ്ട് തന്നെ പ്രതീക്ഷകൾക്ക് നമുക്ക് നന്നായി പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു പടമായിരിക്കും. നല്ലൊരു സക്സസ് ആവട്ടെ. താങ്ക് യു വെരി മച്ച്. പറഞ്ഞ പോലെ എല്ലാം സംഭവിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.